ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. സമയം ഒരു 6 മണിയായിട്ടുണ്ട്. ഞാൻ പുറത്തോട്ട് ചാടിയതാണേ, മോൻ കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ സൂര്യൻ ഉദിച്ച് വരും. നല്ല രസമുണ്ടായി. ഞാനത് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാൻ. പിന്നെ നേരെ അകത്തോട്ട് കയറി വന്നുള്ള ചായ ഇടാമെന്ന് വെച്ചു. എനിക്ക് പാൽ ചായയും ചേട്ടായിക്ക് കട്ടൻ ചായയാണ് ഇടുന്നത്. കാരണം ചേട്ടായി കട്ടൻ ചായ കുടിക്കുള്ളൂ കേട്ടോ. പാലിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ആ സമയത്ത് കുഞ്ഞിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായുടെ ഒരു കൈലി എടുത്തുകൊണ്ടാണ് വരുന്നത്. രാത്രിയിലൊന്നും ഉടുപ്പൊന്നും ഇടിക്കാതെ ചേട്ടാ കിടത്തുന്നത്, കാരണം ഭയങ്കര ചൂടാണേ. പിന്നെ കുഞ്ഞിനുള്ള പാല് ഞാൻ ചൂടാക്കി എടുത്തായിരുന്നു. പിന്നെ മുട്ടക്കറിയാണ് രാവിലെ വെക്കുന്നത്. മുട്ടക്കറിയും ദോശയും. മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. പിന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ മുട്ടയ്ക്കുള്ള മസാലയെല്ലാം ഞാൻ ചേർത്തു. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. മുട്ട ഒരു 3 എടുക്കുന്നുള്ളൂ കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് വീതം. ചേട്ടായിക്ക് ഒന്ന്, കുഞ്ഞനൊന്ന്, എനിക്കൊന്ന്. പിന്നെ ഇങ്ങനെ മസാല ഇട്ട് വെക്കുന്നതാണ് എനിക്ക് തേങ്ങ അരച്ച് മുട്ടക്കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടം. ആ മസാലയുടെ ചുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ മുട്ടക്കറി ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദോശ ചൂടലാണ് കേട്ടോ. കാരണം ഇതങ്ങനെ അടി പിടിക്കുന്ന ഗോതമ്പ് ദോശ ഇങ്ങനെ ഈ പാനൊരു സുഖമില്ല, അടി പിടിക്കും ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ ദോശ ചൂടിൽ ഇച്ചിരി പാടുള്ള കാര്യമാണേ. പിന്നെ ഇന്ന് ചുട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2 തവി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി കട്ടിയുള്ള ദോശ ഇഷ്ടമില്ല, നൈസ് ദോശയാണ് ഇഷ്ടമേ. പിന്നെ ദോശയ്ക്ക് ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഗോതമ്പ് ദോശയ്ക്ക്. പിന്നെ ഞാൻ ദോശയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ മുട്ടക്കറിയും റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ കൂട്ടി ദോശ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കത്തേന് കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ മീൻ വറുക്കാൻ വെച്ചു. മുള്ളമീനാണേ, നല്ല ടേസ്റ്റാണ് മീൻ വറുത്താലേ. പിന്നെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ മണി പ്ലാന്റിൻ്റെ ചെടിക്കകത്തേക്ക് പിന്നെ കുറച്ച് കല്ലിട്ട് കൊടുത്തേ. ഇത് ഫിഷ് ടാങ്കിലെ കല്ലാണേ. അത് പിന്നെ ഫിഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ചെടിച്ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തതാണേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കിടക്കുന്നത്. പിന്നെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ച് കുറുക്കുണ്ടാക്കി കൊടുത്തു. അമൃതമുടിയുടെ കുറുക്കാണേ, കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമൃതമുടിയുടെ കുറുക്ക്. പിന്നെ ഉച്ചക്കത്തേന് വേറെ പ്രത്യേകിച്ച് കറിയെന്ന് വെച്ചാൽ ബീൻസ് വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിന് കറി വെക്കണം. പിന്നെ താഴത്തെ വീട്ടിലെ ചേച്ചി കുറച്ച് ചക്കപ്പഴം തന്നിട്ടുണ്ടായിരുന്നേ, അതിന് വൈകുന്നേരം കുമ്പളപ്പം ഉണ്ടാക്കണം. പിന്നെ കുഞ്ഞിനെ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ, കാരണം അവന് കുറുക്ക് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങണം. പിന്നെ ഉച്ചയ്ക്ക് തന്നെയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ബീൻസ് വേറെ തോരൻ വെച്ച് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി മൂടി വെച്ചു. പിന്നെ കുടിക്കാനായിട്ട് ഉലുവാവെള്ളമാണ് തിളപ്പിക്കുന്നത്. ഉലുവാവെള്ളം ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് കുടിവെള്ളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉലുവ കടിച്ച് തിന്നാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ തന്നെ താഴത്തെ വീട്ടിലെ കണ്ടംപൂച്ചയാണിത്. കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ച പൂച്ചയില്ല, ഇത് വേറൊരു പൂച്ചയാണ്. അവനെ എന്നെ കണ്ടത് സ്ഥലം വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ചീരപത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടായി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ട് നിൽക്കാൻ. പിന്നെ ചിലിമ്പൻ പുളിയെ നിറച്ചും പിന്നെയും ചിലിമ്പിക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഇതാർക്കും വേണ്ട കേട്ടോ, ചുമ്മാ പഴുത്തും പോവുകയാണേ. എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കശുമാവ് നിറച്ചും കശുമാമ്പഴം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം വീണ് പോകുന്നുമുണ്ട്, ആർക്കും വേണ്ട. ഞാൻ കുറച്ച് കശുവണ്ടി മാത്രം പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ കുറച്ച് തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ചേച്ചി തന്നെ കൊണ്ട് തന്നതാണ് കുമ്പിളെല്ലാം. അവർ പറിച്ചതിൻ്റെ ബാക്കിയാണ്, ഏറെ പറിച്ചായിരുന്നു. ചേട്ടാ രാവിലെ തന്നെ ഒരു ചെടി നട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.